വചനമൊഴി ജൂൺ 25. വചനഭാഗം ഫിലിപ്പി 2:12-16, യോഹന്നാന്റെ സുവിശേഷം 4:39-42. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ ശമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ ശമരിയാക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ 2 ദിവസം അവിടെ താമസിച്ചു. അവന്റെ വചനം ശ്രവിച്ച മറ്റനേകരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ അവസാനം. സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഈശോയുടെ പക്കലേക്ക് വരുന്നതാണ്. സമരിയാക്കാരി സ്ത്രീ താൻ അനുഭവിച്ച, തന്നെ അറിഞ്ഞ ഈശോയെ കുറിച്ച് തന്റെ ജനത്തോട്, ഈശോയെ അറിയാത്ത ജനത്തോട് പ്രഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ സുവിശേഷം നോക്കുമ്പോൾ ആദ്യത്തെ സുവിശേഷകയായിട്ട് സമരിയാക്കാരി സ്ത്രീയെ കാണുവാൻ സാധിക്കും. ഈശോയെ അറിഞ്ഞവൾ ഈശോയെ കുറിച്ച് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അവളുടെ സാക്ഷ്യം മൂലം അനേകർ ഈശോയുടെ പക്കലേക്ക് വരുന്നു, ഈശോയുടെ കൂടെയായിരിക്കുന്നു, വചനം ശ്രവിക്കുന്നു. വീണ്ടും മറ്റനേകം പേരും ഈശോയിൽ അവന്റെ വചനം മൂലം വിശ്വസിക്കുന്നു. മിശിഹായെ അറിഞ്ഞ, ഈശോയെ അറിഞ്ഞ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്താണെന്ന സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയെ അറിയുന്നവർ ഈശോയെ കുറിച്ച് പറയണം, ഈശോയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തണം. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള സാക്ഷ്യമാണ്. അപ്രകാരം ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ മുൻപിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈശോയുടെ അനുയായികളായ ഓരോരുത്തരും. ഈശോ യഥാർത്ഥത്തിൽ ലോകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുകയാണ് സകല വിശ്വാസികളുടെയും, ഈശോയിൽ വിശ്വസിക്കുന്ന സകലരുടെയും ലക്ഷ്യം. കാരണം ഈശോ നൽകുന്ന രക്ഷ ലോകത്തിൽ എല്ലാവർക്കുമാണ്. സകലർക്കും രക്ഷ നൽകുവാനായിട്ട് സാധിക്കുന്നവനാണ് ഈശോ മിശിഹ. കാരണം അവിടുന്നിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെ ഉണ്ടായി. ഈശോ മിശിഹായിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതിനാൽ തന്നെ എല്ലാം രക്ഷിക്കപ്പെടുന്നതും ഈശോ മിശിഹായിലൂടെയാണ്. ഈശോ മിശിഹായിൽ എല്ലാവർക്കും രക്ഷയുണ്ട് എന്നുള്ളതാണ് മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാനുള്ള സുവിശേഷം. ഈശോ മിശിഹായിൽ എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന സുവിശേഷമാണ് നമുക്ക് ലോകത്തിന് നൽകുവാനുള്ളത്. മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ലോകത്തിന് നൽകുവാനുള്ളത്. ഈശോയെ അറിയുവാനും അവിടുത്തെ വചനം ശ്രവിക്കുവാനും അവിടുത്തെ അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ചവരായ നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനും അവിടുന്ന് ലോകരക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുവാനും ഇന്ന് സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. വചനാനുസൃതമായ ജീവിതത്തിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.